ഉമ്മന്റെ പരസ്യ പ്രതികരണം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ആളാൻ പോകുന്ന കനലാകുമ്പോൾ പാർട്ടി നേതൃത്വത്തിനെതിരെയുള്ള പടയൊരുക്കം ശക്തം. പാലക്കാട് പടനയിച്ച വി.ഡി. സതീശനെതിരെയുള്ള പടയൊരുക്കം എവിടെയെത്തി നിൽക്കുന്നു? നോക്കാം വിശദമായി വാർത്താരംഭത്തിൽ. ആദ്യം പ്രധാന വാർത്തകൾ. മുൻ ഡിജിപി ആർ ശ്രീലേഖയ്ക്കെതിരെ അതിജീവിതയായ നടി ഹർജി ദിലീപിനെതിരെ തെളിവില്ലെന്ന പ്രസ്താവനയ്ക്കെതിരെ വിചാരണ കോടതിയിൽ കോടതിയലക്ഷ്യ ഹർജി നൽകി. നടി ആക്രമിച്ച കേസിൽ അന്തിമവാദം ഇന്ന് ആരംഭിക്കും. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകാൻ സാധ്യത. ഇരുപക്ഷങ്ങളും സഭ തടസ്സപ്പെടുത്തുന്ന സാധാരണ സാഹചര്യം തുടരും. അദാനി വിഷയം വിടാതെ കോൺഗ്രസ്. ജോർജ് സോറനുമായി കോൺഗ്രസ് നേതാക്കളുടെ ബന്ധം ഭരണപക്ഷം ഇന്നും ഉയർത്തും. സിറിയയിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നു. 75 പേരെ ലബനനിൽ എത്തിച്ചു. ലബനനിൽ നിന്ന് വിമാനമാർഗം നാട്ടിലെത്തിക്കും. നടപടി ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയ പശ്ചാത്തലത്തിൽ ഇറാനെ സഹായിക്കരുതെന്ന് സിറിയൻ സർക്കാരിന് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. സമസ്തയിലെ ഭിന്നതയ്ക്കിടെ പണ്ഡിത സഭ മുഷാവറ യോഗം ഇന്ന്. ലീഗ് അനുകൂലികളും വിരുദ്ധരും തമ്മിലുള്ള തർക്കപരിഹാരത്തിന് ശ്രമമുണ്ടാകും. ലീഗ് ഹൌസിന് മുന്നിൽ പോസ്റ്റർ. മുനമ്പത്തെ ഭൂമി വഖഫല്ലെന്ന് പറയാൻ വി.ഡി. സതീശനെ ചുമതലപ്പെടുത്തിയ നേതാവിനെ പുറത്താക്കണമെന്ന ആവശ്യം. ചാണ്ടി ഉമ്മന് പിന്നാലെ കോൺഗ്രസിൽ കൂടുതൽ പേർ വി.ഡി. സതീശനെതിരെ. സോഷ്യൽ മീഡിയയിൽ റീച്ചുള്ളവർക്ക് മാത്രമേ പരിഗണനയുള്ളൂവെന്ന് ജെ.എസ്. അഖിൽ. ഗ്രൂപ്പിനപ്പുറം സതീശൻ വിരുദ്ധർ സംഘടിക്കുന്നതായി റിപ്പോർട്ട്. പ്രതിരോധിക്കാൻ സതീശൻ ക്യാമ്പ്. കണ്ണൂർ കോൺഗ്രസിൽ സമവായത്തിന് കെ.പി.സി.സി. അച്ചടക്ക നടപടി നേരിട്ട നേതാക്കൾ വി.ഡി. സതീശനെ കണ്ടു. കൂടിക്കാഴ്ച. എം.കെ. രാഘവനെതിരെ പ്രാദേശിക വികാരം ശക്തമാകുന്നതിനിടെ കോഴിക്കോട് റീൽസ് അപകടത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. അപകടമുണ്ടാക്കിയത് ബെൻസ് കാർ. വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലെന്നും സ്ഥിരീകരണം. മരിച്ച ആൾവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന്. തിരുവനന്തപുരത്ത് CPM സമ്മേളനത്തിനായി വഴിമുടക്കിയത് ആരെല്ലാം? പ്രതികളുടെ പേരുകൾ വഞ്ചിയൂർ CI ഇന്ന് ഹൈക്കോടതി അറിയിക്കും. പോലീസിനെടുത്ത നടപടികളും വിശദീകരിക്കും. 31 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇന്ന്. ഫലം തച്ചമ്പാറ ചാലിശ്ശേരി പഞ്ചായത്ത് ഭരണത്തിൽ നിർണായകം. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് ഡിവിഷനിലെ ഫലവും ഇന്നറിയാം. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ 13ാം മത്സരം ഇന്ന്. ഗുകേഷിനും ഡിംഗ്ലിറനും നിർണായക പോരാട്ടം. മത്സരം ഉച്ചയ്ക്ക് 2:30. വിശദമായി നോക്കാം. നടി ആക്രമിച്ച കേസിൽ അന്തിമവാദം ഇന്ന് ആരംഭിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വാദം. 2017 ഫെബ്രുവരിയിലാണ് നടി ആക്രമിക്കപ്പെട്ടത്. വാദം പൂർത്തിയാക്കാൻ 2 ആഴ്ച സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. നടൻ ദിലീപ് കേസിൽ 8ാം പ്രതിയാണ്. 1 മാസം കൊണ്ട് വാദം പൂർത്തിയായേക്കും. ആജ്ഞ രവീന്ദ്രൻ നൽകും കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, 2017 ആരംഭിച്ചതാണ് അതിജീവിതയായ നടി ഈ പോരാട്ടം. ഇപ്പോഴിതാ കേസ് അന്തിമവാദത്തിലേക്ക് എത്തുന്നു, അല്ലേ? ഭവ്യ, 2018 മാർച്ച് 8-നാണ് ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ നടപടികൾ തുടങ്ങുന്നത്. തുടർന്ന് ഇങ്ങോട്ട് വിചാരണ കാലാവധി വൈകുന്നതനുസരിച്ച് സുപ്രീം കോടതി ഉൾപ്പെടെ ആശങ്ക രേഖപ്പെടുത്തിയ ഒരു കേസ് കൂടിയാണ്. നമുക്കറിയാം, മാത്രമല്ല ഈ കഴിഞ്ഞ 7.5 വർഷക്കാലം കേരളത്തിലെ സിനിമാ മേഖലയിൽ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു കേസ് കൂടിയാണ്. ആദ്യമായാണ് ഒരു സ്ത്രീയെ ലൈംഗികമായി അതിക്രമിക്കാൻ കൊട്ടേഷൻ നൽകുന്ന ഒരു
വാർത്ത കേരളം കേൾക്കുന്നത്. അതേ തുടർന്നുണ്ടായ കോലാഹലങ്ങൾ നമ്മൾ കണ്ടതാണ്. പിന്നീട് 8ാം പ്രതിയായിട്ടാണ് ആ കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിൽ 1ാം പ്രതി പൾസർ സുനിക്ക് തന്നെ 7.5 വർഷമാണ് ജാമ്യമില്ലാതെ തന്നെ കോടതിയിൽ വിചാരണ കോടതി ജാമ്യം അനുവദിക്കാതെ തുടരേണ്ടി വന്നത്. ഇതിന്റെ അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു ചടങ്ങിന് മാത്രമാണ് 10 ദിവസത്തെ ഒരു ജാമ്യം നൽകിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും പിന്നീട് സുനി കോടതിയിൽ കീഴടങ്ങാൻ വന്ന സുനിയെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്ന അങ്ങേയറ്റം വിവാദമായിരുന്ന ഒരു കേസ് കൂടിയാണ്. എന്തായാലും 7.5 വർഷത്തിന് ശേഷം കേസിലെ അന്തിമവാദം ഇന്ന് തുടങ്ങുകയാണ്. 1 മാസക്കാലത്തിനകം 2 ആഴ്ചത്തോളം സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ഇന്ന് ആവശ്യപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1 മാസത്തിന് ശേഷമായിരിക്കും അന്തിമ വിധി. ഇതിൽ കേസിൽ വിധി ഉണ്ടാവുക, അന്തിമ വാദത്തിന് ശേഷം കേസിൽ വിധി ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങേയറ്റം വിവാദപൂർണമായ ഒരു കേസ് കൂടിയായിരുന്നു. നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ആരംഭം. കാരണം നടിയെ ആക്രമിച്ച അന്ന് ദിവസം വൈകുന്നേരം ഇതുമായി ബന്ധപ്പെട്ട് യോഗം ചേരുന്നു. യോഗത്തിൽ സംസാരിക്കാൻ ദിലീപ് എത്തുന്നു. ഇതൊക്കെ പിന്നീട് ചർച്ചയായ സാഹചര്യം കൂടിയാണ്. വീട്ടിലുള്ള പെൺമക്കളെ പറ്റിയാണ് ഈ സമയത്ത് താൻ ആലോചിച്ചു പോകുന്നത്. ദിലീപ് പറഞ്ഞിരുന്ന ഒരു വാചകം പിന്നീട് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുകയും ദിലീപ് അറസ്റ്റിലാകുന്ന സാഹചര്യത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനുശേഷമാണ് സിനിമാ മേഖലയിൽ സ്ത്രീകൾ സംഘടിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സിനിമാ മേഖലയിൽ ഇന്റേണൽ കമ്മിറ്റി IC ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് WCC മുന്നോട്ട് വരികയും സിനിമാ മേഖലയിലെ ശക്തരായ കുറച്ച് സ്ത്രീകൾ ചേർന്നിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള രൂപീകരണത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്നല്ല സിനിമ മേഖലയിൽ ഇത്തരം ശക്തമായ ഒരു ഇടപെടലുകൾ വേണം എന്ന്, അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ ചോദിക്കാൻ ആള് വേണം, ചോദിക്കാൻ ഒരു സംവിധാനം വേണം എന്നുള്ള തരത്തിലേക്ക് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നീങ്ങുകയും ചെയ്തത്. അതേ തുടർന്നാണ് സർക്കാർ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായി കമ്മിറ്റി രൂപീകരിക്കുന്നത്. എന്തായാലും ഇത്രയും അതായത് ഈ ഹേമ കമ്മിറ്റി അതും നമുക്കറിയാം 5.5 വർഷത്തോളം എടുത്തു അതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ റിപ്പോർട്ട് പുറത്തു വരാനും തുടർന്നുണ്ടായ കേസുകളുടെ എന്തായാലും ഇന്ന് സിനിമാ മേഖലയിൽ കാണുന്ന ഈ മാറ്റങ്ങൾക്കൊക്കെ അതായത് നിയമപരമായി അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകുന്നതാണ്. ശേഷം ഹൈക്കോടതി കേസിൽ ഇടപെടുകയും സിനിമാ മേഖലയിൽ മാത്രമല്ല സംഗീതം, നാടകം, അതുപോലെ ടെലിവിഷൻ, ഫാഷൻ തുടങ്ങിയ രംഗങ്ങളിലൊക്കെ ഇത്തരം ഇന്റേണൽ കമ്മിറ്റികൾ വേണമെന്നും ഇത്തരം നിരീക്ഷണങ്ങൾ ഉണ്ടാകണമെന്നുമുള്ള ഉത്തരവുകൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അങ്ങനെ സമൂഹത്തിൽ ഉള്ള സ്ത്രീകൾ തൊഴിലെടുക്കുന്ന മേഖലയിൽ അടിമുടി മാറ്റമുണ്ടാക്കാൻ ഈ ഒരു കേസ് കൊണ്ട് ഈ ഒരു കേസാണ് ആധാരമായത്, വഴിവെച്ചത് എന്നുള്ള കാര്യവും വ്യക്തമാണ്. എന്തായാലും അന്തിമവാദം ഇന്ന് തുടങ്ങുകയാണ്. 1 മാസത്തിനകം ഈ കേസിലെ വിധി അറിയാൻ പറ്റും. കേരളത്തെ ഞെട്ടിച്ച 2017 ഫെബ്രുവരിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് അതിജീവിത ആക്രമിക്കപ്പെടുന്നത്. തുടർന്ന് 2018 മാർച്ച് 8 മുതലാണ് ഈ കേസിന്റെ വിചാരണ തുടങ്ങിയത്. ഇതിനിടയിൽ അതായത് കേസിലെ പ്രധാനപ്പെട്ട തെളിവായിരുന്ന മെമ്മറി കാർഡ് 3 തവണ അനധികൃതമായി പരിശോധിച്ചു എന്നുള്ള പരാതി വരുന്നു. ഈ പരാതിയിൽ അതായത് കോടതിയുടെ പരിധിയിലിരിക്കെ ഈ മെമ്മറി കാർഡ് പരിശോധിച്ചു എന്നുള്ളതാണ് പരാതി. അങ്കമാലി മജിസ്ട്രേറ്റ് അലീന റഷീദ്, അതുപോലെ ശിരസ്ദാർ താജുദ്ദീൻ, ഒരു കോടതി ബെഞ്ച് ക്ലർക്കായ മഹേഷ് മോഹനൻ തുടങ്ങിയവരാണ് ഇത് പരിശോധിച്ചതെന്ന് പിന്നീട് കണ്ടെത്തി. ഈ താജുദ്ദീന്റെ വിവോ ഫോണിലാണ് ഈ ദൃശ്യങ്ങൾ കണ്ടതെന്ന് വ്യക്തമാണ്. അതിനുശേഷം ഈ 3 തവണയും മെമ്മറി കാർഡ് ടാമ്പർ ചെയ്ത ശേഷം 3 തവണയും അതിന്റെ ഹാഷ് വാല്യൂ മാറിയതായും കണ്ടെത്തി. ഇപ്പോൾ ഇതാ ഒരു പുതിയ വാർത്ത വരുന്നു. ഈ മുൻ DGP R ശ്രീലേഖയ്ക്കെതിരെ വിചാരണ കോടതിയിൽ അതിജീവിത കോടതി അലക്ഷ്യ ഹർജി നൽകിയെന്നുള്ളൊരു വിവരം വരുന്നുണ്ട്. എന്ത് ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു അതിജീവിത ഇത്തരത്തിലൊരു കോടതി അലക്ഷ്യ ഹർജി നൽകിയത്? അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ ശ്രീലേഖ IPSനെതിരെയാണ് ഇങ്ങനൊരു പരാതി നൽകിയത്. സസ്നേഹം ശ്രീലേഖ എന്ന ഒരു പേരിൽ ശ്രീലേഖ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. അതിലൂടെയാണ് ഇത്തരം വെളിപ്പെടുത്തൽ. അതായത് ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു വെക്കാനുള്ള ശ്രമങ്ങളാണ് ശ്രീലേഖ IPS അതിലൂടെ നടത്തുന്നത് എന്നുള്ള ആരോപണമായിരുന്നു. കാരണം ശ്രീലേഖ അതിന് മുന്നോട്ട് വെക്കുന്ന കാര്യം കേസിലെ 1ാം പ്രതിയായ പൾസർ സുനി, അതായത് പൾസർ സുനി ഒരു സ്ഥിരം കുറ്റവാളിയാണ്. അതിജീവിതയോട് ചെയ്തത്
ചെയ്തതുപോലെയുള്ള, അതായത് സിനിമാ മേഖലയിൽ ഡ്രൈവർ കൂടിയായ ഇയാൾ അതിജീവിതയോട് ചെയ്തതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒരുപാട് നടിമാർ, തന്റെ പരിചയത്തിലുള്ള ഒരുപാട് നടിമാർ തന്നോട് ഇത്തരത്തിലുള്ള പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് അതിജീവിതയോട് ചെയ്തതുപോലെ തന്നെയാണ് അയാൾ മറ്റു നടിമാരോടും ചെയ്തത് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ സമയത്ത് ഇത്തരത്തിൽ നിയമ നടപടികൾ കൈക്കൊള്ളാനുള്ള ആർജവമുണ്ടായിരുന്ന, അധികാരമുണ്ടായിരുന്ന ഒരു സ്ത്രീ ഇത്തരം പ്രശ്നങ്ങൾ സിനിമാ മേഖലയിലെ സ്ത്രീകൾ, അതും സിനിമാ മേഖലയിലെ ഒരു ഡ്രൈവറുടെ ഭാഗത്തു നിന്നും, സ്ഥിരം ഡ്രൈവറാണ് പൾസർ സുനി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആ ഡ്രൈവറുടെ ഭാഗത്തു നിന്നും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ എന്തുകൊണ്ടാണ് അതിൽ ഇടപെടാഞ്ഞത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ് എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. അതിജീവിത അത്തരം ചോദ്യം മുന്നോട്ട് വെക്കുന്നുമുണ്ട്. പക്ഷേ ദിലീപിനെ വെള്ളപൂശാനുള്ള ശ്രമങ്ങൾ, പൾസർ സുനി സ്ഥിരം കുറ്റവാളി ആയതുകൊണ്ടും മാത്രമല്ല കൂട്ടുപ്രതികൾ ഉണ്ടായിരുന്നെങ്കിൽ ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പൾസർ സുനി അത് വ്യക്തമാക്കുമായിരുന്നു. അതുണ്ടായില്ല. പിന്നീട് വളരെ സമയത്തിന് ശേഷം മൂന്നാമത്തെ ചോദ്യം ചെയ്യലിലാണ് ദിലീപിന്റെ പേര്, ദിലീപിനെ 3 തവണ ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ശ്രീലേഖ, സസ്നേഹം ശ്രീലേഖ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ അതുകൊണ്ടാണ് കേരളത്തെ അങ്ങേയറ്റം ഞെട്ടിച്ച ഒരു കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥ കൂടിയായിരുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അവർ ഇത്തരത്തിലൊരു സൂചനയിലേക്ക് പോകുന്നത്. ദിലീപിനെ വെള്ളപൂശാൻ പല ഭാഗങ്ങളിലും ശ്രമങ്ങൾ ഉണ്ടായി എന്നും അതിജീവിത കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങൾ പങ്കുവച്ചു. സ്ത്രീയോട് ലൈംഗിക അതിക്രമം കാട്ടാൻ കൊട്ടേഷൻ നൽകിയെന്ന കേരളം അതുവരെ കേൾക്കാത്ത കുറ്റകൃത്യ വാർത്തയായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ്. മലയാള സിനിമയിലെ പ്രധാനിയായ ദിലീപിന്റെ അറസ്റ്റിനും സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാനുള്ള ഹേമ കമ്മിറ്റി രൂപീകരിക്കാനും വഴിവെച്ചത് ഈ കുറ്റകൃത്യമാണ്. കേസിന്റെ നാൾവഴിയിലേക്ക് 7 വർഷത്തോളം നീളുന്ന അതിജീവിതയുടെ നിരന്തര നിയമ പോരാട്ടത്തിനൊടുവിലാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് അന്തിമവാദത്തിലേക്ക് കടക്കുന്നത്. 2017 ഫെബ്രുവരി 17 അങ്കമാലി അത്താണിക്ക് സമീപം നടിയെ കാറിൽ വെച്ച് പീഡിപ്പിക്കുകയും വീഡിയോയും ചിത്രങ്ങളും പകർത്തുകയും ചെയ്തെന്ന വാർത്ത കേരളത്തെ ഉലച്ചു. രാജ്യത്താകെ ചർച്ചയായി. കേസിൽ ആദ്യം അറസ്റ്റിലായത് ഡ്രൈവർ മാർട്ടിൻ ആന്റണി. സിനിമാ രംഗത്തെ ഡ്രൈവർ പൾസർ സുനിയാണ് കുറ്റകൃത്യത്തിന് നേതൃത്വം നൽകിയതെന്ന് വ്യക്തമായി. കേസ് അന്വേഷിക്കാൻ ഉത്തരമേഖല ക്രൈംബ്രാഞ്ച് IG ദിനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം. കേസിൽ കൂടുതൽ അറസ്റ്റുകൾ. നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊച്ചിയിൽ സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മ. പിന്നീട് കേസിൽ 8ാം പ്രതിയായ ദിലീപും കൂട്ടായ്മയിൽ. ഫെബ്രുവരി 23 പോലീസിനെ വെട്ടിച്ച് എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയ സുനിൽകുമാർ, തലശ്ശേരി സ്വദേശി വിജീഷ് എന്നിവരെ കോടതി മുറിയിൽ നിന്നും ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. ഏപ്രിൽ 18 സുനിൽകുമാറിനെ 1ാം പ്രതിയാക്കി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം. ആകെ 7 പ്രതികൾ. 50 ലക്ഷം രൂപയുടെ കൊട്ടേഷനെന്ന് പൾസർ സുനിയുടെ മൊഴി. ദിലീപിന്റെ പങ്ക് വ്യക്തമാകുന്ന നിർണായക തെളിവുകൾ ലഭിച്ചതോടെ ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചുവരുത്തി ദിലീപിനെയും നാദിർഷായെയും ചോദ്യം ചെയ്യുന്നു. ജൂലൈ 10 ദിലീപിന്റെ നിർണായക അറസ്റ്റ്. 85 ദിവസത്തോളം റിമാൻഡ് തടവുകാരനായി ദിലീപ് ആലുവ സബ് ജയിലിൽ. ഒക്ടോബർ 3 ഉപാധികളോടെ ജാമ്യം. നവംബർ 22 ദിലീപിനെ 8ാം പ്രതിയാക്കി അനുബന്ധ കുറ്റപത്രം. 2018 മാർച്ച് 8 വിചാരണ നടപടികൾ ആരംഭിച്ച കേസിൽ പിന്നെ കേരളം കണ്ടത് സാക്ഷികളുടെ കൂട്ടക്കൂറുമാറ്റം. വിചാരണ നടപടികൾ നീണ്ടുപോകുന്നതിൽ സുപ്രീംകോടതി ഉൾപ്പെടെ ആശങ്ക രേഖപ്പെടുത്തിയ കേസിൽ കേസ് നടപടികൾ നീട്ടിക്കൊണ്ടുപോകാൻ വിവിധ ഹർജികളുമായി ദിലീപ് വിചാരണക്കോടതി മുതൽ സുപ്രീംകോടതി വരെ എത്തിയത് 50 തവണ. വിചാരണക്കോടതി മാറ്റണമെന്ന ഹർജിയിൽ സുപ്രീംകോടതി വരെ പോയിട്ടും നടിക്ക് തിരിച്ചടി. ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങളുടെ മെമ്മറി കാർഡിന്റെ ഹാഷ്ടാഗ് മാറിയതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത നടത്തിയ നിയമ പോരാട്ടത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടന്നെങ്കിലും കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടായില്ല. കേസ് അന്തിമവാദത്തിലേക്ക് നീങ്ങുമ്പോഴും മെമ്മറി കാർഡ് തുറന്നതിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് കത്തയച്ച് കാത്തിരിക്കുകയാണ് നടി. നീതിക്കായി ഏതറ്റം വരെയും പോകുമെന്ന ഉറച്ച മനസ്സോടെ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അടുത്തത് പ്രേക്ഷകർക്കുള്ളൊരു അറിയിപ്പ് കൂടിയാണ്. കോട്ടയം എറണാകുളം റൂട്ടിൽ ട്രെയിനുകൾ വൈകുന്നു. കുമാരനെല്ലൂരിൽ ട്രാക്കിലെ അറ്റകുറ്റപ്പണി മൂലമാണ് ട്രെയിനുകൾ വൈകുന്നത്. കൊല്ലം മച്ചിലിപ്പട്ടണം ശബരിമല സ്പെഷ്യൽ ട്രെയിൻ 3 മണിക്കൂർ വൈകി. വേണാട് ശബരിമല എക്സ്പ്രസുകളും വൈകിയാണ് സർവീസ് നടത്തുന്നത്. പാർവതി സത്യദേവൻ നൽകും വിവരങ്ങൾ. പാർവതി, ഈ കോട്ടയം എറണാകുളം റൂട്ടിൽ ട്രെയിനുകൾ വൈകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അതിന്റെ കാരണം?
ഭവ്യ, കുമാരനെല്ലൂരിൽ ട്രാക്കിലെ അറ്റകുറ്റപ്പണി മൂലമാണ് ഈ ട്രെയിനുകൾ വൈകാൻ കാരണം. ഈ നേരത്തെ, അതായത് ട്രെയിനുകൾ കുറവുള്ള സമയം രാത്രി സമയമായിരുന്നു ഈ അറ്റകുറ്റപ്പണി നിശ്ചയിച്ചിരുന്നതെങ്കിലും ഇത് ഏറെ നേരം, അതായത് റെയിൽവേ പ്രതീക്ഷിച്ചൊരു സമയത്ത് ഈ പണി പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഇതോടുകൂടിയാണ് കോട്ടയം എറണാകുളം റൂട്ടിലേക്കുള്ള ട്രെയിനുകൾ വൈകാൻ കാരണം. കോട്ടയം മച്ചിലിപ്പട്ടണം ശബരിമല സ്പെഷ്യൽ ട്രെയിൻ 3 മണിക്കൂറോളമാണ് വൈകിയത്. ഈ ട്രെയിൻ ഏറെ സമയം കോട്ടയം ഭാഗത്ത് പിടിച്ചിട്ടിരുന്നു. ഇതോടുകൂടി ശബരിമല തീർത്ഥാടകരടക്കം വലിയ തോതിൽ വലഞ്ഞു. വേണാട് ശബരി എക്സ്പ്രസുകളും വൈകിയാണ് സർവീസ് നടത്തുന്നത്. നമുക്കറിയാം, കോളേജ്, ഓഫീസ് സമയത്തുള്ള ട്രെയിനുകൾ ആയതിനാൽ നിരവധി യാത്രക്കാരാണ് ഇതുമൂലം ബുദ്ധിമുട്ടുന്നത്. ഒപ്പം പാലരുവി, കൊല്ലം എറണാകുളം മെമു ട്രെയിനുകൾ, കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 1.25 മണിക്കൂർ വൈകിയാണ് സർവീസ് നടത്തുന്നത്. വേണാട്, പരശു, ശബരി അടക്കമുള്ള ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത്. ഇതുമൂലം യാത്രക്കാർ വലിയ തോതിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പോൾ പണി രാവിലെ തന്നെ പൂർത്തിയായിട്ടുണ്ട്, എന്നാലും ട്രെയിനുകൾ സാധാരണ നിലയിലായിട്ടില്ല. ശരി, പാർവതി സത്യദേവനാണ് വിവരങ്ങൾ നൽകിയത്. ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗ്ദീപ് ധൻഖറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ മുന്നണി നൽകിയ പ്രമേയ നോട്ടീസ് തള്ളുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. അങ്ങേയറ്റം ഖേദകരമായ നടപടിയെന്നാണ് മന്ത്രി ഇതിനെ വിശേഷിപ്പിച്ചത്. രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാത്തതിനാൽ പ്രമേയം പാസാകില്ല. പ്രമേയം പാസാക്കുകയല്ല, ഭരണഘടനാ പദവി വഹിക്കുന്നവർ പാലിക്കേണ്ട മര്യാദകൾ ഓർമ്മപ്പെടുത്താനാണ് പ്രമേയമെന്നാണ് പ്രതിപക്ഷ വിശദീകരണം. ഇന്ത്യ മുന്നണിയുടെ പ്രമേയത്തിൽ നവീൻ പട്നായിക് നയിക്കുന്ന BJD ഒപ്പിടില്ല. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ധൻഖറിനെ BJD പിന്തുണച്ചിരുന്നു. പ്രതിപക്ഷത്തിനൊപ്പം ഭരണപക്ഷം കൂടി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന അസാധാരണ സാഹചര്യത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. അദാനി വിഷയമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അമേരിക്കൻ വ്യവസായി ജോർജ് സോർണുമായി കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്കുള്ള ബന്ധം ആരോപിച്ചാണ് ഭരണപക്ഷം സഭയിൽ തുടർച്ചയായി ബഹളം വയ്ക്കുന്നത്. ഇന്നും സമാന സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതയിലേക്കാണ് നേതാക്കളുടെ വാക്കുകൾ നൽകുന്ന സൂചന. മന്ത്രിസഭാ വികസന വകുപ്പ് വിഭജന ചർച്ചകൾ വഴിമുട്ടി മഹാരാഷ്ട്രയിലെ മഹായുതി സർക്കാർ. ആഭ്യന്തരമടക്കം 5 പ്രധാന വകുപ്പുകളിൽ ധാരണയാവാത്തതാണ് മുഖ്യ തടസ്സമായി നിൽക്കുന്നത്. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയും 2 ഉപമുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തിട്ട് നാളെ ഒരാഴ്ചയാവും. മന്ത്രിസഭാ വികസന ചർച്ചയും വകുപ്പ് വിഭജന ചർച്ചയും വഴിമുട്ടി നിൽക്കുകയാണ്. ആഭ്യന്തര വകുപ്പിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് BJPയും ശിവസേനയും. മഹായുതിക്ക് ഭൂരിപക്ഷം ഉറപ്പായ ഉടൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ച അജിത് പവാറിന് ധനവകുപ്പ് എന്നതിൽ മാത്രമാണ് ഇപ്പോൾ ധാരണ. മറ്റ് 4 പ്രധാന വകുപ്പുകളായ ആഭ്യന്തരം, നഗരവികസനം, റവന്യൂ, ഹൌസിംഗ് വകുപ്പുകളുടെ വെച്ചുമാറ്റത്തിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. അനൌദ്യോഗിക ചർച്ചകളാണ് നിലവിൽ. ശിവസേനയെ സംബന്ധിച്ച് നിർണായകമായ നഗരവികസന വകുപ്പ് തുടർന്നും നൽകാം എന്നതാണ് BJPയുടെ നിർദ്ദേശം. നഗരവികസനത്തിനൊപ്പം കഴിഞ്ഞ തവണ BJP കൈവശം വെച്ചിരുന്ന റവന്യൂ കൂടി വിട്ടു നൽകിയാൽ ഷിൻഡെ വഴങ്ങിയേക്കുമെന്ന സൂചനയുണ്ട്. എന്നാൽ റവന്യൂ വിട്ടു നൽകാനും BJP തയ്യാറല്ല. പകരം BJPയുടെ പക്കലുണ്ടായിരുന്ന ഹൌസിംഗ് വകുപ്പ് വിട്ടു നൽകുക എന്ന ചർച്ചയും നടക്കുന്നുണ്ട്. സാമ്പത്തിക തീരുമാനങ്ങളിൽ നിർണായകമാണ് നഗരവികസനം, റവന്യൂ, ഹൌസിംഗ് വകുപ്പുകൾ. നിലവിൽ എല്ലാ വകുപ്പുകളുടെയും ചുമതല മുഖ്യമന്ത്രിക്കാണ്. 2 ദിവസത്തിനുള്ളിൽ ചർച്ചകൾ പൂർത്തിയാക്കുമെന്നാണ് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ BJP നേതൃത്വം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്നറിയാം. 31 വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് ഡിവിഷനിലും തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ഇതിനു പുറമെ 4 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലായിരുന്നു വോട്ടെടുപ്പ്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ ഗതാഗതം തടസ്സപ്പെടുത്തി CPM ഏരിയ സമ്മേളനം നടത്തിയ കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ കൂടുതൽ സമയം തേടിയിരുന്നു. പോലീസ് നടപടികൾ വിശദീകരിക്കാൻ വഞ്ചിയൂർ SHO ഇന്ന് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകും. ആരെല്ലാമാണ് പ്രതികളെന്ന് അറിയിക്കണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. പാർട്ടി സമ്മേളനത്തിനായി റോഡ് കെട്ടിയടച്ചതിൽ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. സാക്ഷിയിലേക്ക് എത്താം. എന്തായാലും വഴിയടച്ച CPM നടത്തിയ സമ്മേളനത്തിൽ അതിരൂക്ഷ വിമർശനമായിരുന്നു കോടതി CPM പാർട്ടിക്കെതിരെ ഉന്നയിച്ചത്. പ്രധാനമായും ആരൊക്കെയാണ് പ്രതികൾ എന്ന് അറിയിക്കാനാണ് കോടതി നിർദ്ദേശിച്ചത്. അക്കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാകും. ആരാണ് പ്രതികളെന്ന് SHO ഇന്ന് കോടതി അറിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
തിരുവനന്തപുരം വഞ്ചിയൂരിൽ ഗതാഗതം തടസ്സപ്പെടുത്തി CPM ഏരിയ സമ്മേളനം നടത്തിയ കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ കൂടുതൽ സമയം തേടിയിരുന്നു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, അതിരൂക്ഷ വിമർശനമായിരുന്നു ഇത്തരത്തിൽ സാധാരണക്കാരനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഏരിയ സമ്മേളനം നടുറൂട്ടിൽ നടത്തിയതിനെതിരെ കോടതി ഉന്നയിച്ചത്. പ്രധാനമായും ആരെല്ലാമാണ് പ്രതികളെന്ന് പേരെടുത്ത് പറയണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. ഇന്ന് അതാരൊക്കെയാണെന്ന് അറിയിക്കുമെന്ന് മനസ്സിലാക്കാമല്ലേ? തീർച്ചയായിട്ടും ഭവ്യ, കാരണം വഞ്ചിയൂർ CIയോട് SHOയോട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് കോടതി. ഇതിൽ ആരൊക്കെയാണ് പ്രതികൾ എന്ന് തന്നെയാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്, അറിയണം എന്ന് തന്നെയാണ് കോടതി ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട റോഡ് അടച്ച സംഭവം, അതായത് ആരാണ് സംഘാടകർക്ക് അനുമതി കൊടുത്തിട്ടുള്ളത്, റോഡ് അടച്ചു കെട്ടിയത് കോടതി അലക്ഷ്യത്തിന്റെ പേരിൽ വരുമെന്നാണ് ഹൈക്കോടതി സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല, നേരത്തെ തന്നെ ഇത്തരം നിരവധി കേസുകളുടെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ റോഡ് ബ്ലോക്ക് ചെയ്ത് പൊതുഗതാഗതം ബ്ലോക്ക് ചെയ്ത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ തന്നെ ഇത്തരം കേസുകൾ, അതായത് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതെ, അതായത് അവരുടെ സമ്മേളനങ്ങൾ നടത്തുന്നത് പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലേക്ക് വേണമെന്നായിരുന്നു നേരത്തെ തന്നെ മുൻ ഉത്തരവുണ്ടായിരുന്നത്. അതിൽ ലംഘനമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് കോടതി അലക്ഷ്യത്തിന്റെ ഭാഗമായി വരുന്നതെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഈ ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുത്തതെന്നും ഈ സംഘാടകർക്ക് ഇങ്ങനെ ചെയ്യാൻ ആരാണ് അനുമതി കൊടുത്തതെന്നും കൃത്യമായിട്ട് അറിയണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത്തരം യോഗങ്ങൾക്ക് എവിടെ നിന്നാണ് അതുപോലെ കറണ്ട് ലഭ്യമാകുന്നത്, ഇതിലും സർക്കാർ കൃത്യമായ സത്യവാങ്മൂലം നൽകണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ വഞ്ചിയൂരിൽ റോഡ് അടിച്ച് യോഗം നടത്തിയതിൽ കേസെടുത്തോ എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. എന്ത് നടപടി സ്വീകരിച്ചെന്ന്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി സ്വീകരിച്ചെന്ന് SHO അറിയിക്കണമെന്നുമാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഭവ്യ, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ചാണ്ടിയുമ്മന് പിന്നാലെ VD സതീശന്റെ ശൈലി ചോദ്യം ചെയ്യുന്നവരുടെ എണ്ണം കോൺഗ്രസിൽ കൂടുകയാണ്. സോഷ്യൽ മീഡിയയിൽ റീച്ചുള്ളവർക്ക് മാത്രമേ പാർട്ടിയിൽ പരിഗണനയുള്ളൂവെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് JS അഖിൽ തുറന്നടിച്ചു. ഗ്രൂപ്പ് വികാരത്തിനപ്പുറം സതീശൻ വിരുദ്ധരുടെ കൂട്ടായ്മയാണ് കോൺഗ്രസിൽ ശക്തിപ്പെടുന്നത്. അതേസമയം സതീശൻ ക്യാമ്പും പുതിയ നീക്കത്തിൽ കരുതലിലാണ്. നേതൃത്വത്തിനെതിരെ പൊതുവിലാണ് വിമർശനമെന്ന് തോന്നുമെങ്കിലും ലക്ഷ്യം VD സതീശൻ തന്നെ. സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെത്തിയപ്പോൾ മുൻനിരയിൽ നിന്ന് മാറ്റപ്പെട്ടവരും തങ്ങൾക്ക് പരിഗണനയില്ലെന്ന് തോന്നുന്ന യുവനിരയിലുള്ളവരും സംഘടിക്കുകയാണ്. സതീശന്റെ ശൈലി ചോദ്യം ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഗുരുതര ആരോപണമുന്നയിക്കുന്ന യുവനേതാക്കൾ താരതമ്യം ചെയ്യുന്നതാവട്ടെ പഴയ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല കാലഘട്ടവും. ഏറ്റവും ഒടുവിൽ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃനിരയിൽ ഇരുന്ന സമയത്ത് പോലും എടുക്കുന്ന തീരുമാനങ്ങൾ ഒറ്റക്കെട്ടായി ആ തീരുമാനങ്ങൾക്ക് ഒരു പ്രസക്തി ഉണ്ടായിരുന്നു. അത്തരം ചർച്ചകൾ ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. കാരണം നിർഭാഗ്യം വെച്ചാൽ ഞാനൊരു കാര്യം പറയാം, കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു ശൈലി ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോ കുറച്ചു കാലങ്ങളായിട്ട് ഇതിനകത്ത് ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിൽ ലൈക്കുമുള്ള ആളുകളെ മാത്രമാണ് ഇതിന്റെ നേതൃതലത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നത് എന്നുള്ളൊരു വലിയൊരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. മാധ്യമങ്ങൾക്ക് മുന്നിലടക്കം വന്ന് പരസ്യമായി നിലപാട് പറയുക എന്ന ശൈലിയാണ് വിമത നേതാക്കളുടേത്. പക്ഷേ ഈ നീക്കം വിജയം കാണുമോ എന്ന് സംശയമാണ്. പാർട്ടിയിൽ തനിക്കെതിരെ നടക്കുന്ന നീക്കത്തിൽ സതീശൻ ക്യാമ്പും കരുതലിലാണ്. നേതൃത്വത്തെ ചോദ്യം ചെയ്തുള്ള നീക്കങ്ങൾക്ക് K സുധാകരൻ മറുപടി പറയട്ടെ എന്നതാണ് സതീശന്റെ നിലപാട്. ഞാൻ അതിനൊന്നും മറുപടി KPCC പ്രസിഡന്റിനോട്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് കളമൊരുങ്ങാനിരിക്കെ പാർട്ടിയിലെ തർക്കം വലിയ പ്രതിസന്ധിയാണ്. ഹൈക്കമാൻഡ് ഇടപെടൽ വേണ്ട നിലയിലേക്ക് സാഹചര്യം വളരുന്നു. നിലവിലെ സാഹചര്യത്തിൽ VD സതീശന് ഹൈക്കമാൻഡ് പിന്തുണ കിട്ടിയേക്കും. യുവനേതാക്കൾക്കപ്പുറം മുതിർന്ന നേതാക്കൾ പരസ്യമായി രംഗത്തെത്താനും സാധ്യതയില്ല. K സുധാകരന്റെ ശൈലി ചോദ്യം ചെയ്യുന്നവരും പുതിയ കൂട്ടായ്മയിലുണ്ടെങ്കിലും തൽക്കാലം ഇവരുടെയും മുഖ്യശത്രു VD സതീശൻ തന്നെ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഡാൻ കുര്യൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, പ്രധാനമായും അറിയേണ്ടത് ഈ പാലക്കാട്ട് ജയം കോൺഗ്രസിൽ ഗ്രൂപ്പ് പോരാട്ടം ആളിക്കത്തിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും അറിയേണ്ടത്. അതിലൊന്ന് കോൺഗ്രസിലെ പുതിയ നീക്കങ്ങൾക്ക് പിന്നിലെന്ത്, മറ്റൊന്ന് ഈ യുവാക്കളെ കൂട്ടി പാർട്ടിയിൽ മുന്നോട്ട് പോകുന്ന VD സതീശന് ചെറുക്കാനാകുമോ ഈ പുതിയ നീക്കം എന്നതാണ്. ഭവ്യ, എടുത്തു പറയേണ്ട കാര്യം, ഇത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങളല്ല. അതിനപ്പുറത്തേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ കുറച്ചധിക നാളുകളായി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് VD സതീശൻ എത്തിയതിനു ശേഷം പിന്നീടുണ്ടായ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ, അതിൽ തഴയപ്പെട്ടു പോയ ഒരു വിഭാഗം
യുവ നേതാക്കളുടെയും അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളുടെയും പരിഭവങ്ങൾ ഇതെല്ലാം ഇപ്പോൾ മറനീക്കി പുറത്തേക്ക് വരുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് പല നേതാക്കളുടെയും പ്രതികരണങ്ങളിലൂടെ വ്യക്തമാക്കുന്നത്. എന്തായാലും കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ KPCC അടിയന്തരമായി നേതൃയോഗം വിളിച്ചു ചേർക്കണം എന്നൊരു നിലപാട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പാർട്ടി നേതൃത്വം ഇങ്ങനെയൊരു അതായത് KPCCയിൽ ഇങ്ങനെയൊരു ഒരുമിച്ചുള്ള നേതൃയോഗം നടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായാൽ അവിടെ ഈ വികാരം അണപൊട്ടുമോ, മുതിർന്ന നേതാക്കൾ മൗനം വെടിഞ്ഞ് ഈ കാര്യം ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? അങ്ങനെ ഒരു വ്യാപകമായ ഒരു പരാതി ഉണ്ടായാൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഉണ്ടാകുമോ എന്നതാണ് അറിയാനുള്ളത്. അവിടെ ഹൈക്കമാൻഡിന്റെ ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കേരളത്തിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി ദീപദാസ് മുൻഷി അടക്കം ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വളരെ അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ പാർട്ടി ഇങ്ങനെ പരസ്പരം പഴിചാരുന്ന ഒരു സാഹചര്യത്തിലൂടെ മുമ്പോട്ട് പോകുന്നതിനെ ഹൈക്കമാൻഡ് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ ഹൈക്കമാൻഡ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. എല്ലാവരെയും അന്വയിപ്പിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എന്ത് ഫോർമുലയാകും ഹൈക്കമാൻഡ് മുമ്പോട്ട് വെക്കുക എന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. ഡാൻ കുര്യനാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. KPCC നേതൃത്വത്തിന് തലവേദനയായി കണ്ണൂർ കോൺഗ്രസിലെ പൊട്ടിത്തെറി. MK രാഘവൻ MPക്കും DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജിനുമെതിരെ സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിയോജിപ്പ് പരസ്യമാക്കി പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും രംഗത്തെത്തിയതാണ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്നത്. സമവായ നീക്കത്തിന് KPCC നേതൃത്വം ശ്രമം തുടങ്ങിയതായാണ് സൂചന. പയ്യന്നൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റി തെരഞ്ഞെടുപ്പിൽ DCC അധ്യക്ഷൻ തന്നെ വിമത സ്ഥാനാർത്ഥിയെ പിന്തുണച്ചതിലൂടെ സൊസൈറ്റിയുടെ ഭരണം CPM പിടിച്ചതോടെയാണ് കണ്ണൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയം ഒരിടവേളയ്ക്ക് ശേഷം കലങ്ങിമറിഞ്ഞത്. തൊട്ടു പിന്നാലെ മാടായി കോളേജിലെ നിയമന വിവാദം കൂടിയായതോടെ കാര്യങ്ങൾ കൈവിട്ടു. മാടായി കോളേജ് ചെയർമാൻ MK രാഘവൻ MP CPM പ്രവർത്തകർക്ക് പിൻവാതിൽ നിയമനം നൽകിയെന്ന ആരോപണം പാർട്ടി പ്രവർത്തകർ സൈബറിടങ്ങളിൽ കൂടി ഏറ്റെടുത്തതോടെയാണ് വിഷയം കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായി മാറുന്നത്. ഷുഹൈബിന്റെയും ശരത്ലാലിന്റെയും കൃപേഷിന്റെയും ജീവനെടുത്തവർക്ക് കൈകൊടുക്കാൻ MK രാഘവൻ എങ്ങനെ കഴിയുന്നുവെന്നും DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് ഇതിന് കൂട്ടുനിൽക്കുകയാണെന്നുമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അണികളുടെ വിമർശനം. വിഷയത്തിൽ KPCC നേതൃത്വം പരസ്യ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ലെങ്കിലും പ്രശ്നപരിഹാരത്തിന് ചർച്ചകൾ സജീവമാക്കിയതായാണ് വിവരം. പക്ഷേ നിയമനം അംഗീകരിച്ചുകൊണ്ടുള്ള ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക് പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും വഴങ്ങാത്തതാണ് നേതൃത്വത്തെ കുഴപ്പിക്കുന്നത്. കണ്ണൂർ കുഞ്ഞിമംഗലത്തെ MK രാഘവൻ MPയുടെ വസതിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ച് മുന്നറിയിപ്പാണെന്നും തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നുമാണ് എതിർപക്ഷത്തിന്റെ വാദം. പ്രവർത്തകർക്കൊപ്പം നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ മാർട്ടിൻ ജോർജ് DCC അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്ന് വരെ വിമർശനങ്ങളുടെ മുന നീളുന്നു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രശ്നം കൂടുതൽ വഷളാകാതെ പരിഹരിക്കുന്നതിനായി KPCC സമിതിയെ നിയോഗിച്ചേക്കുമെന്നും സൂചനയുണ്ട്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. കണ്ണൂർ മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ KPCC ഇടപെടൽ തേടി DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. നിയമനത്തിനെതിരെ പ്രതിഷേധിച്ചതിന് നടപടി നേരിട്ടവരും സതീശനെ കണ്ടു. MS അനീഷ് കുമാർ നൽകും വിവരങ്ങൾ. അനീഷ്, കണ്ണൂർ കോൺഗ്രസിലെ കല്ലുകടി നേതൃത്വത്തിന് തലവേദനയാകുമ്പോൾ ഇടപെടുമോ പ്രധാനമായും നേതൃത്വം KPCC? ഈ മാടായി കോളേജിലെ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറി രൂക്ഷമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം. പ്രവർത്തകർ പരസ്യമായി തന്നെ പാർട്ടി MPക്കെതിരെ കോലം കത്തിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഒപ്പം ഈ MK രാഘവൻ MP കോളേജിൽ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് 4 പ്രവർത്തകരെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രവർത്തകർ വലിയ രോഷാകുലരായി രംഗത്തെത്തുകയും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും പാർട്ടിയിൽ നിന്ന് തന്നെ കൂട്ടമായി രാജി പ്രഖ്യാപിക്കുകയും ചെയ്ത് ഇതിന് പിന്നാലെ ഈ നിയമന നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ചില ബോർഡ് അംഗങ്ങളെയും പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനിടയിൽ ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്ന ശേഷം MPക്കെതിരെ പ്രതിഷേധിച്ച പ്രവർത്തകരെ പാർട്ടിയിൽ തിരിച്ചെടുക്കാമെന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ഈ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല എന്ന വിമർശനമാണ് ഉയരുന്നത്. ഇതേ തുടർന്നാണ് കൂടുതൽ പ്രവർത്തകർ പാർട്ടി വിടാനുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇതിനിടയിലാണ് കണ്ണൂരിലെത്തിയ പ്രതിപക്ഷ നേതാവും DCC പ്രസിഡന്റും അടക്കമുള്ളവരുമായി ചർച്ച നടത്തുന്നത്. ഒരു സമവായത്തിൽ കാര്യങ്ങൾ എത്തിക്കണം എന്ന ആവശ്യമാണ് DCCയുടെ ഭാഗത്തുനിന്നും ഉള്ളത്. ഒപ്പം ഈ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ വീഴ്ച വന്നു
MK രാഘവൻ MP കടക്കം വീഴ്ച വന്നു എന്ന വിലയിരുത്തലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിലുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം KPCC കൈക്കൊള്ളണം എന്ന ആവശ്യമാണ് പാർട്ടി ജില്ലാ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും അത് സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. KC സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് അടക്കമുള്ളവരും ഉണ്ട്. ഒപ്പം പാർട്ടി അച്ചടക്ക നടപടിക്ക് വിധേയരായവരും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഏത് തരത്തിലാണ് പാർട്ടി സംസ്ഥാന നേതൃത്വവും ഈ പ്രതിപക്ഷ നേതാവും ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്നത് എന്ന ഒരു രീതിയിൽ തന്നെയാണ് പ്രവർത്തകർ ഇക്കാര്യത്തെ ഉറ്റുനോക്കുന്നത്. എന്തായാലും കൂടുതൽ സമര പരിപാടികളിലേക്കും മറ്റുമൊക്കെ കടക്കാനുള്ള തയ്യാറെടുപ്പിൽ പ്രവർത്തകർ നീങ്ങുന്നതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച ഇപ്പോൾ പുരോഗമിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലും ശക്തമായ വികാരമാണ് MK രാഘവൻ MPക്കെതിരെ ഈ വിഷയത്തിൽ ഊർന്നിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ച ഏറെ പ്രസക്തമാവുന്നത്. തീർച്ചയായും സനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വളരെ വേഗം എത്തും ഒരിടവേള. CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധി ചർച്ചയിൽ സംസ്ഥാന നേതൃത്വത്തിന് വിമർശനം. MV ഗോവിന്ദനും മുകേഷിനുമടക്കം നിരവധി നേതാക്കൾക്കെതിരെയും രൂക്ഷ വിമർശനമുണ്ടായി. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതാവ് തൊഴിലാളിയായ മൈക്ക് ഓപ്പറേറ്ററെ അവഹേളിച്ചുവെന്നും പ്രതിനിധി ചർച്ചയിൽ വിമർശനമുണ്ടായി. കരുനാഗപ്പള്ളിയിലെ സമ്മേളനങ്ങൾ അലങ്കോലപ്പെട്ടതിൽ ജില്ലാ സംസ്ഥാന നേതാക്കളെ കുറ്റപ്പെടുത്തി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രശ്നം പരിഹരിക്കുന്നതിൽ നേതൃത്വത്തിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നും സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ ക്രിയാത്മകമായി ഇടപെട്ടില്ലെന്നും MV ഗോവിന്ദൻ. തിരുവനന്തപുരം വഞ്ചിയൂരിൽ ഗതാഗതം തടസ്സപ്പെടുത്തി CPM ഏരിയ സമ്മേളനം നടത്തിയതിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. കേസ് രജിസ്റ്റർ ചെയ്തോ എന്ന് ചോദിച്ച ഹൈക്കോടതി CI നേരിട്ട് ഹാജരാകണമെന്നും ആവശ്യപ്പെട്ടു. വീഴ്ച പറ്റിയെന്ന് CPM നേതാക്കളും സമ്മതിച്ചു. എറണാകുളം പനമ്പിള്ളി നഗറിലെ CPIM സമ്മേളനത്തിനെതിരെയും കോടതിയുടെ വിമർശനം. ആലപ്പുഴ തുറവൂർ ക്ഷേത്രത്തിൽ മുഖ്യമന്ത്രിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അഭിവാദ്യം അർപ്പിച്ച് ഫ്ലക്സ് ബോർഡ് വെച്ചതിൽ ഹൈക്കോടതി. തിരികെ വാർത്തയിലേക്ക്. കോഴിക്കോട് റീൽസ് ചിത്രീകരണത്തിനിടെ യുവാവ് മരിച്ച സംഭവത്തിൽ അപകടമുണ്ടാക്കിയത് ബെൻസ് കാർ എന്ന് സ്ഥിരീകരണം. ചോദ്യം ചെയ്യലിൽ ഡ്രൈവർമാർ ഇക്കാര്യം പോലീസിനോട് സമ്മതിക്കുകയായിരുന്നു. ആദ്യം ഡിവൈൻഡർ ആണ് അപകടമുണ്ടാക്കിയതെന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. ബെൻസിന് ഇൻഷുറൻസ് ഇല്ലാത്തതിനാലാണ് തെറ്റിദ്ധരിപ്പിച്ചതെന്നാണ് മൊഴി. ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. മരിച്ച ആൽവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. സനീഷ് കുമാർ ചേരുന്ന വിവരങ്ങളുമായി. അനീഷ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, പ്രധാനമായും എന്തൊക്കെയാണ് പറയുന്നത് ഈ അപകടവുമായി ബന്ധപ്പെട്ട്? ഈ കാറിടിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പം ഇന്നലെ മുതൽ നിലനിന്നിരുന്നു. ഈ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന രണ്ട് കാറുകൾ ഡിഫൻഡർ കാറും ഒപ്പം ബെൻസ് കാറുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ഡിഫൻഡർ കാറാണ് ഇടിച്ചതെന്ന ഒരു ആശയക്കുഴപ്പത്തിലേക്കാണ് ആദ്യം നീങ്ങുന്നത്. ഡ്രൈവർമാർ അത്തരത്തിലുള്ള മൊഴിയുമാണ് നൽകിയത്. എന്നാൽ പിന്നീട് ഇപ്പോൾ ഒരു വ്യക്തത കൈവന്നിരിക്കുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ബെൻസ് കാറാണ് ഈ ആൽവിനെ ഇടിച്ചത് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. TS 9 UA 9 എന്ന രജിസ്ട്രേഷനുള്ള തെലങ്കാനയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വാഹനമായിരുന്നു ഇത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ വാഹനത്തിൻ്റെ ഉടമയായ സബിത്ത് വാങ്ങിയത്. ആ സബിത്ത് വാങ്ങിയ ശേഷം പിന്നീട് റീ രജിസ്ട്രേഷൻ നടപടികൾ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വശത്ത്, അതായത് ആൽവിൻ നിന്ന വശത്ത് ഈ വാഹനം ഇടിച്ചതിൻ്റെ പാടുകളാണ്. ആ പാടുകളിൽ നിന്ന് തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഇന്നലെ ഈ വാഹനം ഇടിച്ചത് ബെൻസ് കാറാണെന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ ഈ ഡ്രൈവർമാർ മനഃപൂർവ്വം മൊഴി മാറ്റി പറഞ്ഞതാണ്. കാരണം ഈ ഡിഫൻഡർ വാഹനം പുതിയതാണ്, അതിന് സാങ്കേതിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഈ ലൈസൻസുമായി ബന്ധപ്പെട്ടതോ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളില്ല, അതുകൊണ്ട് ഡിഫൻഡർ ആണ് എന്ന് മനഃപൂർവ്വം പറഞ്ഞതാണ്. പിന്നീട് വളരെ വിശദമായി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ബെൻസ് കാർ തന്നെയാണ് ഇടിച്ചതെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ബെൻസ് കാറിന് ലൈസൻസ് ഇല്ല എന്ന് അല്ലെങ്കിൽ ഈ ഇൻഷുറൻസ് ഇല്ല എന്ന് പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഇതര സംസ്ഥാനത്തു നിന്നും തെലങ്കാനയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിച്ച കാറാണ്. അതിൻ്റെ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ല. ഒരു സംസ്ഥാനത്തു നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് കാർ അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനം രജിസ്ട്രേഷൻ മാറ്റുമ്പോൾ അതിൻ്റെ ഇൻഷുറൻസ് ആ സമയം തന്നെ റദ്ദാക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഉടമകൾ ഇത് മനസ്സിലാക്കിയില്ല എന്നാണ് പോലീസിനോട് പറയുകയും
ചെയ്ത്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പിന്റെ നിരീക്ഷണത്തിലേക്ക് തന്നെ പോലീസും എത്തിയിരിക്കുന്നു. 2 വാഹനങ്ങളുടെയും ഡ്രൈവർമാർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. വളരെ വിശദമായി തന്നെ ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഉച്ച കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആൽവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ബീച്ച് ആശുപത്രിയിൽ അല്പസമയത്തിനകം നടക്കും. ഇതിനുശേഷം മൃതശരീരം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. എന്തായാലും അങ്ങേയറ്റം മോശം സാഹചര്യങ്ങളിൽ, അതായത് ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ആൽവിൻ. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ വൃക്ക ശസ്ത്രക്രിയയ്ക്ക് വിധേയമാവുകയും നാട്ടുകാരുടെ അടക്കം സഹായത്തോടുകൂടിയാണ് ശസ്ത്രക്രിയ നടത്തുകയും ചെയ്ത്. അതിനുശേഷം പിന്നീട് ഏതാനും നാളുകൾക്ക് മുമ്പാണ് വിദേശത്തേക്ക് പോയത്. അവിടെ വിദേശത്തേക്ക് പോയപ്പോഴും ഈ വൈദ്യപരിശോധനകൾ, ഈ ശസ്ത്രക്രിയയുടെ തുടർ ചികിത്സകളുടെ ഭാഗമായുള്ള പരിശോധനകൾക്ക് വേണ്ടിയാണ് നാട്ടിലേക്ക് എത്തുകയും ചെയ്ത്. ആ ഒരു ഇടവേളയിലാണ് നേരത്തെ ജോലി ചെയ്തിരുന്ന ഈ ഓട്ടോ 999 എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയായ സബിത്ത് കുറച്ച് നാൾ അദ്ദേഹത്തിനോട് ജോലി ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരമാണ് ഈ പ്രൊമോഷണൽ വീഡിയോ ഷൂട്ട് ചെയ്യാനായി എത്തുകയും ദാരുണമായി ഈ അപകടം നടക്കുകയും ചെയ്തത്. എന്തായാലും ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്കും ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്കും പോലീസ് കടക്കുകയാണ്. ഒപ്പം വിശദമായ അന്വേഷണം നടത്തിയ ശേഷം ഏതൊക്കെ വകുപ്പുകൾ ഈ കേസിൽ ചേർക്കണം എന്ന കാര്യത്തിലും പോലീസ് അല്പസമയത്തിനകം ഒരു തീരുമാനത്തിലെടുക്കും. എന്തായാലും ഈ ഇടിച്ച ബെൻസ് കാറിന് ഇൻഷുറൻസ് പുതുക്കിയിട്ടില്ല എന്ന കാര്യം ഇതിനകം തന്നെ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ നഗരത്തിലെ തിരക്കേറിയ റോഡിൽ യുവാവിന്റെ സ്കേറ്റിംഗ് അഭ്യാസ പ്രകടനം. മറ്റ് യാത്രക്കാർക്ക് അപകടമുണ്ടാക്കുന്ന തരത്തിലാണ് യാത്ര. 2 ബസ്സുകൾക്കിടയിലൂടെ അതിസാഹസികമായി സ്കേറ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയുടെ പുറകിൽ പിടിച്ചും യുവാവ് സ്കേറ്റ് ചെയ്യുന്നുണ്ട്. തൃശൂർ സ്വരാജ് റൌണ്ടിലായിരുന്നു യുവാവിന്റെ അഭ്യാസ പ്രകടനം. സമസ്ത പണ്ഡിത സഭയായ മുഷാവറ യോഗം ഇന്ന് കോഴിക്കോട് ചേരും. സംസ്ഥയിലെ ലീഗ് അനുകൂലികളും വിരുദ്ധരും തമ്മിലുള്ള തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് യോഗം ചേരുന്നത്. ഭിന്നത പരിഹരിക്കാനായി കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വിളിച്ച സമവായ ചർച്ച പാളിയിരുന്നു. യോഗം ചേരാനിരിക്കെ മുനമ്പത്തേത് വഖഫ് ഭൂമി വഖഫല്ലെന്ന് പറയാൻ VD സതീശനെ ചുമതലപ്പെടുത്തിയ നേതാവിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ലീഗ് ഹൌസിന് മുന്നിൽ പോസ്റ്റർ പതിച്ചു. വാഖഫി സ്റ്റഡി സർക്കിളിന്റെ പേരിലാണ് പോസ്റ്റർ പതിച്ചത്. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു ചർച്ച നടന്നിരുന്നു മലപ്പുറത്ത്, പക്ഷേ ആ സമവായ നീക്കമൊക്കെ പാളുകയായിരുന്നു. ഇന്ന് എന്ത് പ്രതീക്ഷിക്കണം? ഭിന്നത അഴയുമോ? വിവിധ വിഷയങ്ങളെ ചൊല്ലി സമസ്തയും ലീഗും തമ്മിലുള്ള ഭിന്നതകൾ രൂക്ഷമായി നിലനിൽക്കുകയാണ്. ഒപ്പം സമസ്തയ്ക്കുള്ളിലും ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും എന്ന ഒരു വിഭാഗം രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നേരത്തെ മലപ്പുറത്ത് ഒരു സമവായ ചർച്ച എന്ന രീതിയിൽ ഒരു യോഗം വിളിച്ചേർത്തത്. പക്ഷേ ആ യോഗത്തിൽ പലരും ഈ സമസ്തയുമായി ബന്ധപ്പെട്ട പലരും പങ്കെടുക്കുകയുണ്ടായില്ല. അതുകൊണ്ട് തന്നെ സമവായ നീക്കങ്ങൾ ഏതാണ്ട് പാളുന്ന ഒരു സാഹചര്യമുണ്ട്. ലീഗ് നേതൃത്വത്തിൽ ഈ സമസ്തയ്ക്കെതിരെ ഒരു ആദർശ സംരക്ഷണ സമിതി എന്ന ഒരു സമിതി രൂപീകരിച്ചിരുന്നു. ഇതടക്കം ഈ യോഗത്തിൽ ചർച്ചയാവും. ഇത്തരമൊരു സമിതി രൂപീകരിച്ചത് സമാന്തര സംഘടന എന്ന രീതിയിൽ സമസ്തയെ പിളർത്താനാണ് എന്നാണ് ഒരു വിഭാഗം. അതായത് ലീഗിനോട് അകന്നു നിൽക്കുന്ന ഒരു വിഭാഗം വാദമുഖങ്ങൾ ഉന്നയിക്കുന്നു. ഒപ്പം ഈ സമസ്തയ്ക്കുള്ളിൽ ഒരു ഇടതുപക്ഷ ഫ്രാക്ഷൻ, അതായത് CPM-നോട് അനുഭാവം പുലർത്തുന്ന ഫ്രാക്ഷൻ നിലനിൽക്കുന്നു എന്ന KM ഷാജി അടക്കമുള്ളവരുടെ ആരോപണങ്ങൾ വരികയും ചെയ്യുന്നു. ഉമർ ഫൈസി മുക്കം, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ PMA സലാമിൻ്റെ വിമർശനം ഉണ്ടാകുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ യോഗത്തിൽ ചർച്ചയാവും. ഒപ്പം ഈ കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസുമായി ബന്ധപ്പെട്ട് ലീഗ് സമസ്ത ഈ സംഘടനകൾക്കിടയിൽ ഒരു ധാരണയുണ്ടായിരുന്നു. ഈ ധാരണ പലപ്പോഴും ലീഗ് ലംഘിക്കുന്നു എന്ന ആരോപണം ഈ സമസ്തയ്ക്കുള്ളിൽ തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം ഈ ലീഗ് പലപ്പോഴും സമസ്ത നേതാക്കൾക്കെതിരെ പരസ്യമായി വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എന്നടക്കമുള്ള വിഷയങ്ങളും ചർച്ചയാവും. ഏറ്റവും ഒടുവിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ സുപ്രഭാതം പത്രത്തിൽ നൽകിയ പരസ്യമടക്കം ഒരു വിഭാഗം എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് ലീഗിനെ അനുകൂലിക്കുന്നവരും ലീഗിനെ എതിർക്കുന്നവരുമായ ഒരു ചേരി സമസ്തയ്ക്കുള്ളിൽ ഇതിനകം തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു തർക്കം തന്നെയാവും ഇന്നത്തെ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്ത് തരത്തിലുള്ള ഒരു സമവായത്തിലേക്ക് നീങ്ങും എന്നത് തന്നെയാണ് ഇന്നത്തെ മുഷാവറ യോഗത്തെ ശ്രദ്ധേയമാക്കുന്നത്. അല്പസമയത്തിനകം സമസ്തയുടെ കോഴിക്കോട്ടെ ആസ്ഥാനത്തിൽ ഈ മുഷാവറ യോഗം ആരംഭിക്കും.
MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സിറിയയിലെ പ്രതിസന്ധി തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാരെ ഒഴിപ്പിക്കുന്നു. 75 ഇന്ത്യക്കാരെ ഇന്നലെ ലബനനിലേക്ക് മാറ്റി. ഡമാസ്കസിലും ബെയ്റൂട്ടിലുമുള്ള ഇന്ത്യൻ എംബസികളാണ് ഓപ്പറേഷൻ ഏകോപിപ്പിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം സിറിയയിലുടനീളമുള്ള സൈനികരെ കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഇന്നലെ നടന്ന ആക്രമണങ്ങളിൽ സിറിയൻ നാവികസേനയുടെ കപ്പൽ നശിപ്പിച്ചു. ഈ വാർത്തയിലേക്ക് എത്താം. അതിനു മുൻപ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് KPCC പ്രസിഡന്റ് വന്ന് ഉദ്ഘാടനം ചെയ്യേണ്ട ദിവസം വെളുപ്പിലാണ് ഈ പാർട്ടി ഓഫീസ് അടിച്ചു തകർക്കുകയും ഇവിടുത്തെ CCTV ക്യാമറ തല്ലിപ്പൊളിക്കുകയും പെട്രോൾ ഒഴിച്ചതിൻ്റെ ഡോറിന് തീ വയ്ക്കുകയും ചെയ്തു. എന്തൊരു ജനാധിപത്യമാണ് കേരളത്തിൽ! കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗ്രാമത്തിൽ മറ്റൊരു പാർട്ടിക്കാർക്കും പ്രവർത്തിക്കാൻ അവസരം നൽകില്ല എന്ന് പറയുന്ന ഈ ഏകാധിപതിയായ മുഖ്യമന്ത്രി, അദ്ദേഹം ഇതിന് ഉത്തരം പറയണം. ഇതിന് ഉത്തരവാദികളായ മുഴുവൻ ആളുകൾക്കെതിരായിട്ടുള്ള കൃത്യമായ നടപടികൾ സ്വീകരിക്കണം. ഇതിനെ തള്ളിപ്പറയണം. അത്തരം ആളുകളുമായി ഈ പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഇന്നിപ്പോൾ പാർട്ടി അവരുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ സംസാരിക്കും. അത് ചന്ദ്രശേഖരൻ്റെ കൊലപാതകം കഴിഞ്ഞപ്പോഴും ആ കൊലപാതകത്തിൽ പാർട്ടിക്കൊരു ബന്ധമില്ല എന്ന് തന്നെയാണ് CPM പറഞ്ഞത്. എന്ത് വൃത്തികേട് കാണിച്ചാലും കൊലപാതകം നടത്തിയാലും പാർട്ടി ഓഫീസിന് തീ വെച്ചാലും പാർട്ടിക്ക് ബന്ധമില്ല എന്നുള്ളൊരു സ്ഥിരം സാധനം പാർട്ടി ഓഫീസിൽ എഴുതി വെച്ചിരിക്കുക. അത് സ്ഥിരം കൊടുക്കുക. അതുകൂടെ വേണ്ട, ഇതെല്ലാവർക്കും അറിയാം. അല്ലാതെ വഴിയെ പോണ ആരും കോൺഗ്രസ് ഓഫീസിന് തീ വയ്ക്കില്ല. ഈ ഗ്രാമത്തിലാണ് ഇത് കേരളത്തിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ITIയിൽ KSUവിൻ്റെ ഒരു യൂണിറ്റ് കമ്മിറ്റി തുടങ്ങിയതിൻ്റെ പേരിൽ ക്രൂരമായ മർദ്ദനമാണ്. എല്ലാ ദിവസവും ആ KSUവിൻ്റെ കുട്ടികളെ 17ഉം 18ഉം വയസ്സുള്ള കുട്ടികളെയാണ് ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും പുറത്തുനിന്ന് ആളുകൾ വന്ന് ചെയ്യാണ്. അപ്പോൾ ഒരു തരത്തിലും സംഘടനാ പ്രവർത്തനവും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും ഒന്നും നടത്താൻ അനുവദിക്കില്ല എന്നുള്ള ധിക്കാരപരമായ നിലപാടാണ്. അതിനെ ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും. ഈ ഏകാധിപത്യം കയ്യിൽ വെച്ചാൽ മതി. അതിന് ജനാധിപത്യവാദികൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നമ്മൾ അതിനെതിരായി അതിശക്തമായി പോരാടുക തന്നെ ചെയ്യും. ഒരു സംശയമില്ല. പിണറായിയിലെ ഈ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ഞാൻ എല്ലാ അഭിവാദ്യം അർപ്പിക്കുകയാണ്. അത്രമാത്രം പ്രതിസന്ധിയിലൂടെയും പ്രയാസങ്ങളിലൂടെയാണ് അവർ കോൺഗ്രസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. അവരോടൊപ്പമാണ് എന്ന് അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഇന്നിവിടെ എത്തിയത്. അവർ ഈ പ്രശ്നങ്ങൾക്കിടയിലും ജീവൻ പണയം വെച്ചും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എൻ്റെ സഹപ്രവർത്തകരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്രാമത്തിലെത്തിയത്. മുഖ്യമന്ത്രിയുടെ ഗ്രാമത്തിൽ പോലും രാഷ്ട്രീയ പ്രവർത്തനത്തിന് അവസരം കൊടുക്കില്ല എന്ന് പറയുന്ന ഈ അധികാരത്തിൻ്റെ അഹങ്കാരവും ഈ ധിക്കാരവും ഇത് അവസാനിപ്പിച്ചാൽ മതിയാവും. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും. ഈ കണ്ണൂരിലെത്തുമ്പോഴേ കണ്ണൂരിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ കോൺഗ്രസിൽ മാടായി കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ടാണ്. അതിങ്ങനെ പരസ്യമായി ഇവിടുത്തെ പ്രാദേശികമായി പ്രവർത്തകർ തെരുവിലിറങ്ങുന്നു, MP-യുടെ കോലം കത്തിക്കുന്നതിലേക്കൊക്കെ എത്തുന്നു. അത് അവിടുത്തെ ഒരു ലോക്കൽ വിഷയമാണ്. അത് പാർട്ടി സംസാരിച്ച് KPCC തന്നെ അതിൻ്റെ ഇടപെട്ട് സംസാരിച്ച് തീർക്കും. അല്ല, അതല്ല, അവിടെ ഒരു വിഷയം ഉണ്ടല്ലോ. അല്ല, അവിടെ ഒരു വിഷയം ഉണ്ടല്ലോ. ആ വിഷയം പാർട്ടി ഇടപെട്ട് അത് സംസാരിച്ച് തീർക്കും, രമ്യമായി പരിഹരിക്കും. തീർച്ചയായിട്ടും എന്നോട് അവർ സംസാരിച്ചിരുന്നു. എന്നോട് CMK രാഘവൻ MP എന്നോട് സംസാരിച്ചിരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചിരുന്നു. ഞാൻ KPCC പ്രസിഡന്റുമായിട്ട് കൂടി ആലോചിച്ച് പാർട്ടി ഇടപെട്ട് രമ്യമായി ആ വിഷയം പരിഹരിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ അതാണ് അവസാനവാക്ക്. രമ്യമായി അത് പരിഹരിക്കും. അല്ല, അതാണ് രമ്യമായി അത് പരിഹരിക്കും. പാർട്ടി ഇടപെട്ട് രമ്യമായി പരിഹരിക്കും. KPCC പ്രസിഡന്റും കൂടി ആയിട്ട് ആലോചിച്ചിട്ട് രമ്യമായി പരിഹരിക്കും. ഞാൻ കൂടി ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ മുൻകൈ എടുക്കും. ഇന്നലെ ഇവിടെ ഈ MP ജയരാജൻ പ്രസംഗിച്ചിട്ടുള്ളത് ഈ പിണറായിലെത്തുന്ന പ്രതിപക്ഷ നേതാവ് പയ്യന്നൂരിൽ കൂടി സന്ദർശിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ്. അതെ, ജയരാജൻ എന്തെല്ലാം വിടുവായിത്തം പറയുന്ന ഒരാളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് എന്തെല്ലാം പറഞ്ഞു. ജയരാജൻ പറഞ്ഞതിനൊക്കെ നമുക്ക് മറുപടി പറയാൻ പറ്റും. എന്തെല്ലാം വായെടുത്ത എന്തൊക്കെയാണ് പറയുന്നത്, അതിനൊക്കെ മറുപടി പറയലാണ് എൻ്റെ ജോലി. ഞാൻ എവിടെ പോകണമെന്ന് തീരുമാനിക്കുന്നത് CPM ജില്ലാ കമ്മിറ്റിയാണ്. വേറെ പണി നോക്കിയാൽ മതി. ഇപ്പൊ ഈ പാർട്ടിയിലെ ഈ സംഘടനാ ചർച്ചകൾ, നേതൃമാറ്റ ചർച്ചകളൊക്കെ വരികയാണ്. ഈ നേതൃമാറ്റത്തിന്റെ ആവശ്യം ഇപ്പോൾ സംസ്ഥാന കോൺഗ്രസ് അത് അങ്ങനത്തെ ഒരു ചർച്ചയും പാർട്ടിയിൽ നടന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാനുമായിട്ടൊരു ചർച്ചയും നടന്നിട്ടില്ല. എനിക്കറിയാവുന്ന ഒരു ചർച്ചയും പാർട്ടിയിൽ നടന്നിട്ടില്ല. ഇതെല്ലാ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളാണ്. അപ്പം അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ഒരാളാണല്ലോ ഞാൻ അറിഞ്ഞിട്ടില്ല.
നിങ്ങളുടെ ഈ വാർത്തകളൊന്നും, നിങ്ങൾ ഈ പറയുന്ന വാർത്തകളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അത്തരം ഒരു ചർച്ചകൾ നടക്കുന്നതായിട്ട് എനിക്ക് ഒരു വിവരമില്ല. എനിക്കൊരു വിവരമില്ല. ഞാൻ അഥവാ എൻ്റെ അഭിപ്രായം, എനിക്ക് സംഘടനാപരമായ കാര്യങ്ങളിൽ കൃത്യമായ അഭിപ്രായമുള്ള ആളാണ്. അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നോട് ചോദിച്ചാൽ ഞാൻ അപ്പോൾ പറയും. നിങ്ങളോട് ഞാൻ പറയില്ലല്ലോ. സംഘടനാപരമായ ഒരു കാര്യങ്ങളും എൻ്റെ നാവിൽ നിന്ന് വരില്ല. സംഘടനാപരമായ കാര്യങ്ങൾ സംഘടനാപരമായിട്ടുള്ള അതിൻ്റെതായ വേദികളുണ്ട്, എല്ലാവർക്കും ഉണ്ട്, എനിക്കുണ്ട്. ഞാൻ അവിടെ പറയും. അത് സംഘടനാപരമായി ഞങ്ങളിത് നന്നായി തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള വലിയ തയ്യാറെടുപ്പുകളൊക്കെയാണ്. ഒരു വലിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോൺഗ്രസും UDF-ഉം ശക്തിയാർജിച്ച് ഒറ്റക്കെട്ടായി ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഒരു 10-20 വർഷക്കാലത്തിനിടയിൽ ഏറ്റവും നല്ല സമയമാണ് ഇല്ലേ? ഉജ്ജ്വലമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയം വയനാട്ടിലുണ്ടായി. 4,10,000 വോട്ടിന് പ്രിയങ്ക ഗാന്ധി ജയിച്ചു. ഷാഫി പറമ്പിൽ ജയിച്ചതിൻ്റെ 5 ഇരട്ടി വോട്ടിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വിജയിച്ചു. നിങ്ങൾക്കറിയാമല്ലോ പാലക്കാട് എന്തെല്ലാമായിരുന്നു പ്രശ്നങ്ങൾ, എന്തെല്ലാം ബഹളമായിരുന്നു. ഷാഫി പറമ്പിൽ ജയിച്ചതിൻ്റെ 5 ഇരട്ടി വോട്ടിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത്. 39,600 വോട്ടിന് കെ രാധാകൃഷ്ണൻ ജയിച്ച സീറ്റിലാണ് അവരുടെ വിജയം 12,000-ലേക്ക് ഞങ്ങൾ ഒതുക്കിയത്. അതാണ് കോൺഗ്രസും എല്ലാം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒരു ടീം അത് നിൽക്കുന്നത്, ഒരു സംശയമില്ല. എന്ത് വിമർശനമാണെന്ന് ഒരു കാര്യം അങ്ങനെ എല്ലാവരും പറയുന്നതിന് മറുപടി പറയാൻ പറ്റും. ഞങ്ങൾക്ക് സംഘടനാപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല, അങ്ങനെ ഒരു ചർച്ചയും നടക്കുന്നില്ല. എനിക്കറിയില്ല ചർച്ച നടക്കുന്നില്ല. ഞാൻ അത് നിങ്ങളോട് പറയില്ലല്ലോ. ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ എങ്ങനെ ഇവിടെ വന്നിട്ട് മാറണമെന്നും മാറണ്ടെന്ന് അതെങ്ങനെ രാവിലെ എഴുന്നേറ്റ് മാധ്യമപ്രവർത്തകരാണോ ഇപ്പോൾ ഒരു പാർട്ടിയിലുള്ള ആളുകൾ നമ്മളെ പോലത്തെ ഒരാൾ അഭിപ്രായം പറയേണ്ടത്? അത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട ഇതിൽ ഞങ്ങൾ ചർച്ച ചെയ്യും. ഞങ്ങളുടെ ജനാധിപത്യ പാർട്ടിയാണ്. VD സതീശനോ കെ സുധാകരനോ പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്തിട്ട് ഇതാണ് തീരുമാനം എന്ന് പറഞ്ഞാൽ കൈയടിച്ച് അംഗീകരിക്കുന്നവരല്ല കോൺഗ്രസ് ഉള്ളത്. ഞങ്ങൾ ചർച്ച ചെയ്യും. ഞങ്ങളുടെ ചെറുപ്പക്കാർ വരെ ചോദിക്കും അതെന്താണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാര്യമെന്ന് ചോദിക്കും. ഇത് CPM പോലത്തെ ഒരു പാർട്ടി അല്ല കോൺഗ്രസ്. കോൺഗ്രസിലുള്ള ജനാധിപത്യപരമായ ചർച്ചകൾ നന്നായി നടക്കും. എല്ലാവർക്കും അതിനുള്ള അവസരങ്ങൾ പാർട്ടിയിലുണ്ടാവും. പാർട്ടി കമ്മിറ്റികൾ കൃത്യമായിട്ട് യോഗം ചേരും, UDF കൃത്യമായിട്ട് യോഗം ചേരും. അവിടെ എല്ലാവരുടെയും അഭിപ്രായം പറയും. എല്ലാം സംഘടനയ്ക്കുള്ളിൽ പറയുന്നു. അപ്പോൾ ഈ യുവ നേതാക്കൾ ചിലർ അവരെ പരാതിയൊക്കെ പരസ്യമായിട്ട് പറയുന്നു. നോ കമന്റ്സ് അവരൊന്നും അല്ലല്ല. അതൊന്നും ഞാൻ അതിലെ ശരി തെറ്റ് അന്വേഷിച്ചു പോകുന്ന ആളല്ല. അത് എൻ്റെ ചുമതലയല്ല. അത് സംഘടനാപരമായി അത് KPCC പ്രസിഡന്റും AICC നേതൃത്വമാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. എൻ്റെ മിഷൻ വേറെയാണ്. എൻ്റെ മിഷൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വേറെയാണ്. അത് ഭംഗിയായിട്ട് ചിട്ടയായിട്ട് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എല്ലാവരും കൂടി ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. എനിക്ക് എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം അത്തരം കാര്യങ്ങളിൽ കിട്ടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടായിരുന്നു. ഞാൻ അവരോടല്ലേ എല്ലാവരോടും നന്ദി പറഞ്ഞത്. എല്ലാവരും അതിൻ്റെ അകത്ത് പൂർണ്ണമായ ഉത്തരവാദിത്തത്തോടെ കൂടെ നിന്നു. ഒരാളെ കുറിച്ച് പോലും പരാതി പറയാൻ എനിക്കില്ല. ഒരു അവസരം ഒരാളെ ഉണ്ടാക്കിയില്ല. അതുപോലെ കഠിനാധ്വാനം എല്ലാവരും ചെയ്തു. ഞാൻ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് അന്ന് പറഞ്ഞത്, എല്ലാവരോടും നന്ദി പറഞ്ഞത്. അതുപോലത്തെ ഒരു ടീം വർക്കാണ് ഞങ്ങൾ UDF കോൺഗ്രസിനകത്തും UDF-നകത്തും പെർഫോം ചെയ്ത്. പിന്നെ ജനാധിപത്യ പാർട്ടികളല്ലേ ഇത്രയും ചർച്ചകളൊക്കെ വരും. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ഗൗരവം അതിന് കൊടുക്കേണ്ട. ഗൗരവം പറഞ്ഞ അഭിപ്രായങ്ങൾ ആളുകൾ പറഞ്ഞാൽ, മുതിർന്ന നേതാക്കളും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും അഭിപ്രായം പറഞ്ഞാൽ അത് ഗൗരവത്തോടുകൂടി കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യും. അതെന്താ അല്ല, അത് എല്ലാവരും ചേർന്നുള്ള ഒരു ഭയങ്കരമായ ഒരു ടീം വർക്കാണ്. അതായത് ഞാൻ പറഞ്ഞുതരാം, കറക്റ്റാണ് ആ ചോദ്യം, നല്ല ചോദ്യമാണ്. അത് മുതിർന്ന നേതാക്കന്മാരുടെ അനുഭവങ്ങളും ചെറുപ്പക്കാരുടെ ആവേശവും ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ തെരഞ്ഞെടുപ്പ് ശൈലിയും രീതിയായിരുന്നു. ഉറപ്പായി തുടരും. എന്താ സംശയം? പുതിയ തലമുറയുടെ കൂടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിവിധ വിഷയങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു. നേതൃമാറ്റ ചർച്ചകളടക്കം പാർട്ടിയിൽ നടന്നിട്ടില്ല. എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കും. ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് പ്രേക്ഷകർ കേട്ടത്. ഇടവേള.
ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധി ചർച്ചയിൽ സംസ്ഥാന നേതൃത്വത്തിന് വിമർശനം. MV ഗോവിന്ദനും മുകേഷിനുമടക്കം നിരവധി നേതാക്കൾക്കെതിരെയും രൂക്ഷ വിമർശനമുണ്ടായി. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതാവ് തൊഴിലാളിയായ മൈക്ക് ഓപ്പറേറ്ററെ അവഹേളിച്ചുവെന്നും പ്രതിനിധി ചർച്ചയിൽ വിമർശനമുണ്ടായി. ഒരു സ്ത്രീയോട് ലൈംഗിക അതിക്രമം കാട്ടാൻ കൊട്ടേഷൻ നൽകിയെന്ന കേരളം അതുവരെ കേൾക്കാത്ത കുറ്റകൃത്യ വാർത്തയായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ്. മലയാള സിനിമയിലെ പ്രധാനിയായ ദിലീപിന്റെ അറസ്റ്റിനും സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാനുള്ള ഹേമ കമ്മിറ്റി രൂപീകരിക്കാനും വഴിവെച്ചത് ഈ കുറ്റകൃത്യമാണ്. കേസിന്റെ നാൾ വഴിയിലേക്ക് 7 വർഷത്തോളം നീളുന്ന അതിജീവിതയുടെ നിരന്തര നിയമ പോരാട്ടത്തിനൊടുവിലാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് അന്തിമവാദത്തിലേക്ക് കടക്കുന്നത്. 2017 ഫെബ്രുവരി 17 അങ്കമാലി അത്താണിക്ക് സമീപം നടിയെ കാറിൽ വെച്ച് പീഡിപ്പിക്കുകയും വീഡിയോയും ചിത്രങ്ങളും പകർത്തുകയും ചെയ്തെന്ന വാർത്ത കേരളത്തെ ഉലച്ചു. രാജ്യത്താകെ ചർച്ചയായി. കേസിൽ ആദ്യം അറസ്റ്റിലായത് ഡ്രൈവർ മാർട്ടിൻ ആന്റണി. സിനിമാ രംഗത്തെ ഡ്രൈവർ പൾസർ സുനിയാണ് കുറ്റകൃത്യത്തിന് നേതൃത്വം നൽകിയതെന്ന് വ്യക്തമായി. കേസ് അന്വേഷിക്കാൻ ഉത്തരമേഖല ക്രൈംബ്രാഞ്ച് IG ദിനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം. കേസിൽ കൂടുതൽ അറസ്റ്റുകൾ. നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊച്ചിയിൽ സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മ. പിന്നീട് കേസിൽ 8ാം പ്രതിയായ ദിലീപും കൂട്ടായ്മയിൽ. ഫെബ്രുവരി 23 പോലീസിനെ വെട്ടിച്ച് എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയ സുനിൽകുമാർ, തലശ്ശേരി സ്വദേശി വിജീഷ് എന്നിവരെ കോടതി മുറിയിൽ നിന്നും ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. ഏപ്രിൽ 18 സുനിൽകുമാറിനെ 1ാം പ്രതിയാക്കി അയ്യപ്പ്. സിറിയയിലെ പ്രതിസന്ധി തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാരെ ഒഴിപ്പിക്കുന്നു. 75 ഇന്ത്യക്കാരെ ഇന്നലെ ലബനനിലേക്ക് മാറ്റി. ഡമാസ്കസിലും ബെയ്റൂട്ടിലുമുള്ള ഇന്ത്യൻ എംബസികളാണ് ഓപ്പറേഷൻ ഏകോപിപ്പിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം സിറിയയിലുടനീളമുള്ള സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഇന്നലെ നടന്ന ആക്രമണങ്ങളിൽ സിറിയൻ നാവികസേനയുടെ കപ്പൽ നശിപ്പിച്ചു. മനു ഭരത് വിവരങ്ങളുമായി ചേരുന്നു. മനു, ഈ സിറിയയിലെ പ്രതിസന്ധി തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാരെ ഒഴിപ്പിക്കുകയാണെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഒഴിപ്പിക്കൽ പൂർണ്ണമായോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഈ 75 പൗരന്മാരെ ഇപ്പോൾ ലെബനനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ 44 പേർ ജമ്മു കശ്മീരിൽ നിന്നുള്ളവരാണ്. ബാക്കിയുള്ള പൗരന്മാരോട് ഡമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാൻ ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഡമാസ്കസിലെയും ബെയ്റൂട്ടിലെയും ഇന്ത്യൻ എംബസികൾ ഈ വിഷയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഒഴിപ്പിക്കൽ കൂടുതൽ ആവശ്യമെങ്കിൽ അങ്ങനെ ചെയ്യും. ഏതായാലും ലെബനനിൽ എത്തിച്ച് അവിടെ നിന്നും മറ്റു വിമാനമാർഗം ഇന്ത്യയിലേക്ക് ഇവരെ എത്തിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം നടക്കുന്നത്. എല്ലാവരും ജാഗ്രത പുലർത്തുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് എന്നാണ് ഇന്ത്യൻ എംബസി വ്യക്തമാക്കുന്നത്. സമാധാനപരമായി കാര്യങ്ങൾ നടക്കണം എന്ന ഒരു നിലപാട് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം സിറിയയിൽ പ്രശ്നങ്ങൾ സങ്കീർണമായി തന്നെ തുടരുന്നു. ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണം പല ഘട്ടങ്ങളിൽ നടത്തി. കഴിഞ്ഞ 48 മണിക്കൂറിൽ 480 തവണ ഇസ്രായേൽ സിറിയയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നാണ്. 480 തവണ എയർക്രാഫ്റ്റുകൾ, വ്യോമസേനയുടെ എയർക്രാഫ്റ്റുകൾ അങ്ങോട്ടേക്ക് മിസൈലുകളൊക്കെ വർഷിക്കുന്ന അല്ലെങ്കിൽ ബോംബിംഗ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. സൈനിക കേന്ദ്രങ്ങൾ, രാസ ആയുധ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടന്നത് എന്നാണ് ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ പ്രതികരണം. നെതന്യാഹു അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിലൂടെ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ സാഹചര്യങ്ങൾ വളരെ ശക്തമായി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. ഇറാനെ ഏതെങ്കിലും തരത്തിൽ പുതിയ സിറിയൻ സർക്കാർ സഹായിക്കുന്ന ഒരു നിലപാടുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കും എന്നാണ് ബെന്യാമിൻ നെതന്യാഹു നൽകുന്ന മുന്നറിയിപ്പ്. ഇറാനെ ഒരു ഘട്ടത്തിലും സഹായിക്കരുത്. മാത്രവുമല്ല, ഇറാനിയൻ ആയുധങ്ങൾ ഹെസ്ബുള്ളയ്ക്ക് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന് കനത്ത വില നൽകേണ്ടി വരും എന്നും ബെന്യാമിൻ നെതന്യാഹു അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ രാസായുധ കേന്ദ്രങ്ങൾ തകർക്കുക എന്നത് തങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് നടക്കുന്ന ഒരു നീക്കമാണ് എന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു. നേരത്തെ ഈ 2ാം ലോകമഹായുദ്ധകാലത്തൊക്കെ ബ്രിട്ടൻ നാസികളെ സഹായിക്കുന്ന ചില കേന്ദ്രങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ച് വിഷി ഭരണകൂടത്തിന് നേരെയൊക്കെ ആക്രമണം നടത്തിയ സാഹചര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ നെതന്യാഹു തൻ്റെ ആക്രമണങ്ങളെ ന്യായീകരിക്കുന്നത്. ഗോലൻ കുന്നുകൾ വളരെ സങ്കീർണമായ സ്ഥലമാണ്. അവിടെ 2 വിഭാഗവും മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്.
മനു, ദയവായി തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശം കൂടി അറിയേണ്ടതുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കെതിരായി ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ കടുത്ത നടപടി സ്വീകരിച്ചതായി ബംഗ്ലാദേശ്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനു ശേഷം കലാപവും നശീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മൊത്തം 88 കേസുകൾ ഫയൽ ചെയ്യുകയും 70 വ്യക്തികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയുടെ സന്ദർശനത്തിന് ശേഷമാണ് ബംഗ്ലാദേശ് വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറായത്. മനു ഭരത് ചേരുന്ന വിവരങ്ങളുമായി. മനു, പ്രതിഷേധങ്ങൾക്കൊടുവിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമ സംഭവങ്ങളിൽ നടപടിയെടുക്കുന്നു ബംഗ്ലാദേശ്, അല്ലേ? കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബംഗ്ലാദേശ് സന്ദർശിച്ചത്. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനു ശേഷം ഇത് ആദ്യമായാണ് ഒരു ഉന്നതതല സന്ദർശനം ഇന്ത്യൻ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ബംഗ്ലാദേശിലേക്ക് പോകുന്നത്. സ്വാഭാവികമായി അവിടെ എത്തി അദ്ദേഹം മുഹമ്മദ് യൂനുസുമായി കൂടിക്കാഴ്ച നടത്തി. ഇടക്കാല സർക്കാരിൻ്റെ മുഖ്യ ഉപദേഷ്ടാവിനെ കാര്യങ്ങൾ ധരിപ്പിച്ചു. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ മേൽ നടക്കുന്ന ഈ ആക്രമണങ്ങൾ അത് ഇന്ത്യ ഗൗരവത്തോടെ കാണുന്നു, അത് വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുന്നു, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകാനുള്ള സാഹചര്യം ഉണ്ടാക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. ഒപ്പം വിദേശകാര്യ ഉപദേഷ്ടാവിനെയും തൗഫീദ് ഹുസൈനെയും കാണുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇന്ത്യയുടെ ആശങ്ക ബംഗ്ലാദേശ് ഉൾക്കൊണ്ടു എന്ന് വേണം കരുതാൻ. ഈ ആക്രമണ സംഭവങ്ങളിൽ തീർച്ചയായും അതാണ് സാഹചര്യം. എന്തായാലും ഇന്ത്യയുടെ ആശങ്ക ബംഗ്ലാദേശ് ഉൾക്കൊണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. മനു ഭരതാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നു. രാവിലെ 6 മണിവരെ 20,000-ൽ അധികം പേർ സന്നിധാനത്ത് എത്തി. ഇന്നലെ 70,000-ലധികം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. ശബരിമലയിലെ തിരക്ക് ഏതാണ്ട് ഒരേപോലെ തുടരുന്ന കാഴ്ചയാണ് ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. വലിയ നടപ്പന്തലിലടക്കം വലിയ ക്യൂ ഉള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ളതുപോലെ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു 80,000-ലധികം ആളുകളാണ്, തീർത്ഥാടകരാണ് ശബരിമലയിൽ ദർശനത്തിന് എത്തിയത്. ഇന്നും സമാനമായ രീതിയിലുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലെ തന്നെ ഏതാണ്ട് 6 മണിയോടുകൂടി തന്നെ 20,000-ലധികം ഭക്തർ സന്നിധാനത്ത് ദർശനത്തിനെത്തുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നുള്ളത്, ഇന്നലെ സാധാരണഗതിയിൽ രാവിലത്തെ ഒരു തിരക്ക് കണ്ടാൽ വൈകുന്നേരം ഒരു 80,000 കഴിഞ്ഞുള്ള തിരക്കിലേക്ക് തീർത്ഥാടകരുടെ എണ്ണം എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട്. പക്ഷേ അത്രത്തോളം എത്തിയില്ല. ഇന്നലെ 75,551 ഭക്തർ മാത്രമാണ് സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തിയത്. പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിലും ഇന്നലെ അല്പം കുറവുണ്ട്. സാധാരണഗതിയിൽ ഒരു 2,000, 3,000, 4,000 വരെ ഭക്തർ ഒരു ദിവസം പുല്ലുമേട് വഴി എത്താറുണ്ട്. പക്ഷേ ഇന്നലത്തെ കണക്കിൽ ഏതാണ്ട് 1000-ൽ പരം ആളുകൾ മാത്രമാണ് ഇന്നലെ പുല്ലുമേട് വഴി ഈ സന്നിധാനത്തേക്ക് ദർശനത്തിനെത്തിയത്. എന്തായാലും കാര്യങ്ങൾ സുഗമമായി പോവുകയാണ് ശബരിമല സന്നിധാനത്ത്. ഇത്രത്തോളം തിരക്ക് ഉണ്ടെങ്കിൽ പോലും വലിയൊരു ക്യൂ അനുഭവപ്പെട്ട് മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരുന്ന സ്ഥിതിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് പമ്പയിലും നിലയ്ക്കലുമൊക്കെ അധിക പാർക്കിംഗ് സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ വഴിയിൽ കിടക്കേണ്ട സാഹചര്യവും ഭക്തർക്ക് ഉണ്ടാകുന്നില്ല. സുഗമമായ ഒരു തീർത്ഥാടന കാലത്തിന് അത് അങ്ങനെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കാലാവസ്ഥയും അനുകൂലമാണ്. അങ്ങനെ ഭക്തരെല്ലാം ശബരീശ ദർശനത്തിലൂടെ നിർവൃതി അടഞ്ഞ് മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് ശബരിമല സന്നിധാനത്തുള്ളത്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ഇനി ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സ് കാണാം. രഞ്ജിത് രാമചന്ദ്രൻ ചേരും. നമസ്കാരം. ഒരു സ്ത്രീയോട് ലൈംഗിക